ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്, അതായത് നമ്മൾ നാനോ മെറ്റീരിയൽസ് ആണ് പറയുന്നത്. ആ നാനോ മെറ്റീരിയൽസിൽ വരുന്ന ഒരു രണ്ട് ടോപ്പിക് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കൊണ്ടാണ് കാർബൺ നാനോ ട്യൂബ്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് എന്ന് പറയാം CNT എന്ന് പറയാം. കാർബൺ നാനോ ട്യൂബ് അല്ലെങ്കിൽ CNT. അപ്പോൾ നോക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു കാർബൺ നാനോ ട്യൂബ് CNT എന്നാ പറയുന്നത്. നാനോ മെറ്റീരിയൽസ് ഏത് രൂപത്തിൽ കാണപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്? സിലിണ്ടറിക്കൽ ഷേപ്പ് ആവാം, എലിപ്സോയിഡ് ആവാം, ട്യൂബ് ആവാം. ഓർമ്മയുണ്ടല്ലോ, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള നാനോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CNT എന്ന് പറയും. അത് ഓർമ്മയുണ്ടാവും അല്ലേ? നമുക്ക് നോക്കാം. അലോട്രോപ്പ് ഓഫ് കാർബൺ, അതായത് CNT എന്ന് പറയുന്നത് കാർബണിന്റെ ഒരു അലോട്രോപ്പാണ്. അലോട്രോപ്പ് ഓഫ് കാർബൺ ഇൻ വിച്ച് വിത്ത് സൈസ് ഏത് സ്കെയിലാണ്? നാനോ സ്കെയിൽ. അത് സംശയിക്കാനൊന്നുമില്ല. സൈസ് എപ്പോഴും ഏത് സ്കെയിൽ തന്നെയായിരിക്കും? നാനോ സ്കെയിൽ തന്നെയായിരിക്കും അല്ലേ? അത് ഉറപ്പാണ് നമുക്ക്. നാനോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, എത്രയാ? 10 to 100 നാനോമീറ്റർ. ആ സൈസ്, ഒരു പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുമ്പോൾ അത്രയും ഉണ്ടാവുള്ളൂ. വിത്ത് സൈസ് നാനോ സ്കെയിൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയാം, CNT ആർ ഷീറ്റ് ഓഫ് ഗ്രാഫീൻ. ഗ്രാഫീന്റെ ഷീറ്റ് ആണ്. ഗ്രാഫീൻ എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞത്. അപ്പൊ CNT ആർ ഷീറ്റ് ഓഫ് ഗ്രാഫീൻ in which hybridization of carbon atom is sp2. a double bonded ആണ് ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ്. കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. നെക്സ്റ്റ്, and is found in cylindrical shape. നമ്മൾ ഓൾറെഡി അറിയാം, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള നാനോ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് പറയുന്നത്? CNT എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ 3 പോയിന്റ് ആണ് CNT-യിൽ വരുന്നത്. അപ്പൊ CNT-യിൽ ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞത്? അത് ഏതാണുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ they are composed of, അതായത് it is an allotrope of carbon. allotrope എന്ന് പറയില്ലേ, രൂപാന്തരണം. ഏതിന്റെ രൂപാന്തരണം? കാർബണിന്റെ രൂപാന്തരണമാണ് CNT എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് സൈസ് ഇൻ നാനോ സ്കെയിൽ. അല്ലെ, നാനോ സ്കെയിലിലെ സൈസ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് എന്താ? they are sheet of graphene in which hybridization of carbon is sp2 and it is found in ഏത് ഷേപ്പിലാണ് ഉണ്ടാവുന്നത്? സിലിണ്ടറിക്കൽ ഷേപ്പ്. ഓക്കെ, and it is found in cylindrical shape. നെക്സ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കുക. പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് വൺ, they are good thermal and electrical properties. they have good thermal and electrical properties. അതായത് അതിന്റെ തെർമൽ പ്രോപ്പർട്ടി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്താണ്? നല്ലതാണ്. മീൻസ് എന്താണ്? പെട്ടെന്നൊന്നും അതെന്താണ്? ടെമ്പറേച്ചർ, ഇത്രേ ഉള്ളൂ. ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഹൈ ടെമ്പറേച്ചറിനെ ലോ ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്താണ്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതാണ് ഗുഡ് എന്താണ്? തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെയാണ് ദേ ഷോസ്. തന്നെ എഴുതണേ, വേർഡിൽ എഴുതുമ്പോൾ ദേ ഷോസ് ഗുഡ് thermal and electrical properties. Okay, next one, they are good already നമ്മൾ പറഞ്ഞു, they shows good thermal conductivity. ഞാൻ ഇവിടെ അല്ലേ thermal property കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. they shows good thermal and electrical എന്ന് വേണം കാണിക്കുക. they shows good thermal and electrical conductivity. ഇതെന്നെ ഒരു രൂപത്തിൽ പറഞ്ഞതല്ലോ. ഫസ്റ്റ് പോയിന്റ് നമ്മളൊന്ന് മാറ്റി പറഞ്ഞേ ഉള്ളൂ. they shows good thermal and electrical properties. Next one, they are strong and tough. Strong ആണ്, അതുപോലെ തന്നെ tough material ആണ്. ഉറപ്പും കാഠിന്യമുള്ള സബ്സ്റ്റൻസ് ആണ് ഈ CNT എന്ന് പറയുന്ന സാധനം. Next one, they are having light weight and flexibility. they are having light weight and flexibility. അപ്പൊ അതിന് എന്താണ്? വെയിറ്റ് വളരെ കുറവാണ്, അതുപോലെ തന്നെ സാധനം എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പറഞ്ഞത്? പ്രോപ്പർട്ടീസ് ഓഫ് CNT. ഇമ്പോർട്ടന്റ് ആണ് CNT-ന്റെ പ്രോപ്പർട്ടീസ്. 4 പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ CNT-നെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷനും അതിന്റെ പ്രോപ്പർട്ടീസും ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് CNT-ന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. 3-4 ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ജസ്റ്റ് നോക്കുക. CNT is used in sensors, nano electronics and high resolution display. അപ്പോൾ CNT എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? ഒന്നാമത്തെ യൂസ്, this used in sensors ഉപയോഗിക്കുക. സെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയുക? സെൻസേഴ്സ് എന്ന് പറയും. അപ്പോൾ സെൻസേഴ്സിൽ ഉപയോഗിക്കുക, നാനോ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ. ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേയിൽ നമുക്ക്
CNT ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, it can carry electricity thousands of miles. അപ്പോൾ എന്താണ് അതിന് നമ്മൾ പറഞ്ഞത് ഷോസ് ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ it can carry electricity thousands of miles at a faster rate more economically than today's power line. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പവർ ലൈനിനെക്കാളും ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? CNTക്ക് ഉണ്ട്. പക്ഷേ ഇതെന്താ കോസ്റ്റ്ലി ആണ്, ഇതാ നമ്മൾ ഉപയോഗിക്കാത്തത്. അതുപോലെ തന്നെ നമുക്ക് എന്താ ഈസിലി അവൈലബിൾ അല്ല സംഭവം അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. അപ്പോൾ it can carry electricity thousands of miles at a faster rate. Faster rate means വേഗത്തിൽ ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നുണ്ടാവും. മോർ എക്കണോമിക്കലി അല്ലെ, എക്കണോമിക്കലി ഓക്കെയാണ്, എക്കണോമിക്കലി എന്താണ് ബുദ്ധിമുട്ടില്ല. പക്ഷെങ്കിൽ അവിടെ എന്താണ് അതിന്റെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ വൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത. മോർ എക്കണോമിക്കലി ദാൻ ടുഡേസ് പവർ ലൈൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ എന്താണ്? ഇറ്റ് ക്യാൻ റീപ്ലേസ് സിലിക്കൺ ആസ് കണ്ടക്ടിംഗ് ചാനൽ. അതായത് അത് നമുക്ക് ഏതിന് പകരം ഉപയോഗിക്കാം? സിലിക്കൺ ഉണ്ട്, നമുക്ക് സിലിക്കൺ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടർ ആണ്. അപ്പൊ സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ എലമെന്റിന് പകരം അല്ല, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം CNT ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ എന്താ അതിന് നമുക്ക് മനസ്സിലാക്കി തന്നെ ഇറ്റ്സ് എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇറ്റ് ക്യാൻ റീപ്ലേസ് സിലിക്കൺ ആസ് കണ്ടക്ടിംഗ് ചാനൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. Now CNT based transistors can be made. Now CNT based transistor can be made. Right? CNT നെ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസിസ്റ്റർ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു. Right? Now CNT based transistor can be made അല്ലെങ്കിൽ എന്താണ് used. ഇത്രയാണ് എന്താണ് CNT എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനാണ്. 4 അപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ CNT എന്താ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയി അതിന്റെ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ്, ഇത് മാത്രമാണ് നമ്മൾ CNT-നെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് നാനോ മെറ്റീരിയൽസ്. നമ്മൾ CNT പറഞ്ഞു, നെക്സ്റ്റ് വരുന്നത് ഫുള്ളറിങ്സ്. ഈ രണ്ട് കോമ്പൗണ്ടാണ്, രണ്ട് നാനോ മെറ്റീരിയൽസ് നമുക്ക് മെയിനായി പഠിക്കാനുള്ളത്. അപ്പോൾ ഫുള്ളറിങ്സ് നോക്കാം. ഫുള്ളറിങ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറയുന്നത് ഷേപ്പ് നമുക്കറിയാം, സ്ട്രക്ചർ നമുക്ക് അറിയുകയാണ് അല്ലേ. ഡീറ്റെയിൽ ആയിട്ട് പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ CNT പഠിച്ച പോലെ തന്നെ എന്താണ് CNT എന്ന് പഠിച്ചു, അതിന്റെ യൂസസ്, അതിന്റെ പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെയാണ് എന്താണ് ഫുള്ളറിങ്സ്, അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ അപ്ലിക്കേഷൻസും. ഇത്രയും കാര്യങ്ങളെ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. ഫുള്ളറിങ്സ് എന്ന് പറയുമ്പോൾ these are made molecules of carbon. കാർബണിന്റെ മോളിക്യൂൾസ് ആണ്. അത് കാർബൺ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടാണ്. These are molecules of carbon in the form of halosphere or ellipsoid. ഓക്കെ, നമ്മൾ പറഞ്ഞാണ് അത് ഹാലോസ്ഫെറിക്കൽ ഷേപ്പിലും എലിപ്സോയിഡ് ഷേപ്പിലുള്ള കാർബൺ നാനോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുള്ളറിങ്സ് എന്ന് പറയുന്നത് അല്ലെ. ഷേപ്പ് ഒന്നുകിൽ ഹാലോസ്ഫെറിക്കൽ ആവാം അല്ലെങ്കിൽ എന്താവാം എലിപ്സോയിഡ് ഷേപ്പ് ആവാം. ഏതാ അവിടുത്തെ മെയിൻ കമ്പോണന്റ് എന്താണ്? കാർബണേറ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? സ്ഫെറിക്കൽ ഫുള്ളറിങ്സ്. നമ്മൾ പറഞ്ഞ സ്ഫെറിക്കൽ ആവാം അല്ലെങ്കിൽ എന്താണ് ഹാലോ മീൻസ് എലിപ്സോയിഡ് ആവാം നമ്മൾ പറയുന്നത്. Spherical fullerenes are called buckyballs. പേര് പഠിച്ചു നോക്കുക, ഒരു പ്രത്യേകത പേരാണ്. സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഫുള്ളറിങ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് buckyballs എന്ന് പറയുന്നത്. അപ്പോൾ spherical fullerenes are called buckyballs and it have a similar structure of graphite. അതിന് ആ സ്ഫെറിക്കൽ ഷേപ്പുള്ള ഫുള്ളറിങ്സിന് നമ്മൾ പറഞ്ഞ പേര് ബക്കിബോൾസ് ആണ്. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് ഏതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് അല്ലെങ്കിൽ ഏതിന് സെയിം ആണ്, ഏതുമായിട്ട് സെയിം ആണ്? ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറുമായിട്ട് ഏതിന് സിമിലാരിറ്റി? ഈ ഫുള്ളറിങ്സിന്റെ ഏത് ഷേപ്പുള്ള ഫുള്ളറിങ്സിന്? സ്ഫെറിക്കൽ ഷേപ്പുള്ള ഫുള്ളറിങ്സിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് ഗ്രാഫൈറ്റിന്റെ ഷേപ്പുമായിട്ട് സിമിലർ ആണ്. നെക്സ്റ്റ് വൺ, അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫുള്ളറിങ്സ് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദേ ആർ സ്റ്റേബിൾ ആണ്. ആ സാധനം സ്റ്റേബിൾ ആണ്, ബട്ട് നോട്ട് അൺറിയാക്റ്റീവ്. സ്റ്റേബിൾ ആണെന്ന് വെച്ചിട്ടല്ല, അൺറിയാക്റ്റീവ് അല്ല, സ്റ്റേബിൾ ആണ് പക്ഷേ നോട്ട് അൺറിയാക്റ്റീവ്. They undergo electrophilic substitution reaction easily. They undergo electrophilic substitution reaction easily എന്ന് പറയുമ്പോൾ അതിന് എളുപ്പത്തിൽ എന്ത് നടക്കും? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ പഠിച്ചാൽ ഇലക്ട്രോഫിലിക് നിങ്ങൾക്ക് അറിയാലോ, അതിനെയാണ് ഇവിടെ പറഞ്ഞത്. They shows they undergo electrophilic substitution reaction very easily. അതിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വേഗത്തിൽ നടക്കുന്നുണ്ടാവും. ആർക്ക്? ഫുള്ളറിങ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
they have high molecular weight. ഞാൻ MWT എന്ന് എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ എഴുതുന്ന സമയത്ത് molecular weight എന്ന് എഴുതാം. They have high molecular weight. അതായത് fullerenes എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസിന്റെ അതിന്റെ molecular weight എന്താ ഹൈ ആണ്. They have high molecular weight. Next, they have high strength. അതിന്റെ നല്ല സ്ട്രെങ്ത് കൂടുതലാണ്. They have high strength. They are 20 times greater than steel. മനസ്സിലായില്ലേ? 20 times greater than steel എന്ന് പറയുമ്പോൾ സ്റ്റീലിനെക്കാളും 20 മടങ്ങ് സ്റ്റീലിന് നമുക്കറിയാം സ്ട്രെങ്ത് കൂടുതലാണ്. സ്റ്റീലിനെക്കാളും 20 മടങ്ങ് സ്ട്രെങ്ത് കൂടുതലാണ് ആർക്ക്? ഫുള്ളറീൻസിന്. അതാ ഇവിടെ പറയുന്നത് they have high strength, that is 20 times greater than steel. Next one, last one, they exhibit conductors, semiconductors and insulator like properties. അത് കണ്ടക്ടറായി ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്, സെമി കണ്ടക്ടറായി ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻസുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ഏത്? ഫുള്ളറീൻസ് പറഞ്ഞ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫുള്ളറീൻസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു നോക്കുക. നെക്സ്റ്റ് അതിന്റെ എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് പഠിച്ചു നോക്കുക. അടുത്തതായിട്ട് നമുക്ക് ഫുള്ളറീൻസിന്റെ അപ്ലിക്കേഷൻ നോക്കാം. 5 അപ്ലിക്കേഷൻ ഉള്ളത് അതുകൂടെ പഠിച്ചു വെക്കുക. ഫുള്ളറീൻസ് അപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ. മെഡിസിൻ ഉപയോഗിക്കുന്നത് എവിടെയാണ് നമ്മൾ ഫുള്ളറീൻസിനെ നമ്മൾ മെഡിസിൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഫുള്ളറീൻസ് ഡെറിവേറ്റീവ്, ഫുള്ളറിന്റെ ഡെറിവേറ്റീവ് മീൻസ് ഫുള്ളറിൻ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്. ഫുള്ളറിൻ ഡെറിവേറ്റീവ് ആർ യൂസ്ഡ് ഇൻ ക്യാൻസർ തെറാപ്പി. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം. ക്യാൻസർ തെറാപ്പി ആസ് ആന്റി ബാക്ടീരിയൽ ഏജന്റ്സ്. ക്യാൻസർ തെറാപ്പിയിൽ ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയിട്ട് നമുക്ക് ഏതിന് ഉപയോഗിക്കാം? ഫുള്ളറിൻസിന്റെ ഡെറിവേറ്റീവ്സിന് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഫുള്ളറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന് ഉപയോഗിക്കാം. ആന്റി ബാക്ടീരിയൽ ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയാ? ആന്റി ബാക്ടീരിയൽ ഏജന്റ്സ് എന്ന് പറയും. ക്യാൻസർ എന്നുള്ള പറയുന്ന സമയത്ത് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. ആ സമയത്ത് ബാക്ടീരിയകൾ നമ്മുടെ മീൻസ് ബോഡിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് ഫുള്ളറിൻസിന്റെ ഡെറിവേറ്റീവ്സിനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ഹാർഡനിങ് ഓഫ് മെറ്റൽസ്. മെറ്റലിന്റെ ഹാർഡൻ ചെയ്യാൻ വേണ്ടി, മെറ്റലിനെ ഹാർഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് യൂസ്ഡ് ഫോർ ഹാർഡനിങ് മെറ്റൽസ്. ദാറ്റ് ഈസ് ഫുള്ളറിൻ ഡെറിവേറ്റീവ്സിന്റെ പറഞ്ഞോളാം. ഫുള്ളറിൻ ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ഫോർ ഹാർഡനിങ് മെറ്റൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ റിയാക്ടിവിറ്റി. അതായത് അതിന്റെ റിയാക്ടിവിറ്റിയിൽ വ്യത്യാസപ്പെടുത്താതെ, അതായത് നമ്മൾ എന്താണ് ആ മെറ്റലിന്റെ റിയാക്ടിവിറ്റി വ്യത്യാസപ്പെടാതെ അതിനെ ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളറിൻസിന്റെ ഡെറിവേറ്റീവ്സ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഉള്ളത് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ്. അതായത് വേറെ ഉപയോഗം ഫുള്ളറിൻസിന്റെ ഇലക്ട്രോണിക്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഇലക്ട്രോണിക്സിൽ എവിടെ ഉപയോഗിക്കും നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. അല്ലേ? ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിന്റെ കേസിൽ? CNT കേസിൽ. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആൻഡ് അതർ ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക്സ്. ജസ്റ്റ് അത് പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് എന്താണ് അതർ ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് ഏതാണെന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആൻഡ് അതർ ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക്സ്. നെക്സ്റ്റ് വൺ, നാലാമത് ഹൈഡ്രജൻ സ്റ്റോറേജ്. ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഹൈഡ്രജൻ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കാം. എന്താ ഉപയോഗിക്കുന്നത് നോക്കിയേ. ഫുള്ളറിൻ ഹൈഡ്രൈഡ്സ് ആർ യൂസ്ഡ് ആസ്. ഫുള്ളറിൻസിന്റെ ഹൈഡ്രൈഡ്സ് ആർ യൂസ്ഡ്. ഹൈഡ്രൈഡ്സ് ആണ് ഹൈഡ്രൈഡ്സ്. Fullerene hydrates are used as hydrogen storage device for electric vehicle. അപ്പോൾ നിങ്ങൾക്ക് അറിയാനാണ് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിന്റെ എന്താണ് നമ്മൾ ഉപയോഗം കൂടി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ മീൻസ് എന്താണ് നമ്മൾ മോഡേൺ സെഞ്ചുറി, ഇപ്പോഴത്തെ സെഞ്ചുറിയിൽ നമുക്ക് എന്താണ് ഇതിന്റെ ഉപയോഗം കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ഫുള്ളറിൻസ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കും ഹയർ സ്റ്റേജ് ഹയർ ലെവലിലേക്കെല്ലാം പോകുന്ന സമയത്ത് കേൾക്കും. അപ്പോൾ ഹൈഡ്രജൻ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഫുള്ളറിൻസ് ഹൈഡ്രൈഡ്, ഫുള്ളറിൻസിന്റെ ഹൈഡ്രൈഡ് ആർ യൂസ്ഡ് ആസ് ഹൈഡ്രജൻ സ്റ്റോറേജ്. അപ്പോൾ ഫുള്ളറിൻസിന്റെ ഹൈഡ്രൈഡിൽ വേണേ നമുക്ക് ഏതിന് സ്റ്റോർ ചെയ്യാം. അത് ഉള്ള മീൻസ് വെസലോ അത് ഉദ്ദേശിക്കുന്നത്. ഫുള്ളറിൻ ഹൈഡ്രൈഡ് പ്രസന്റ് ആയിട്ടുള്ള വെസൽ അതിൽ നമുക്ക് ഏതിന് സ്റ്റോർ ചെയ്യാം? ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാം അല്ലേ? സ്റ്റോറേജ് ഡിവൈസ് ഫോർ ഏതിന്റെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കേസിൽ ഹൈഡ്രജൻ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഫുള്ളറിൻസിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ഇൻ സെൻസേഴ്സ്.
സെൻസേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഏതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാ നമ്മൾ CNG ആപ്ലിക്കേഷൻ ആയിട്ട് സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. CNG അല്ലേ? അപ്പോൾ സെൻസേഴ്സിൽ എന്താ ഫുള്ളറിംഗ് ബേസ്ഡ് ഇന്റർ ഡിജിറ്റേറ്റഡ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഇൻ സെൻസേഴ്സ്. അപ്പോൾ ഫുള്ളറിംഗ് ബേസ്ഡ് ഇന്റർ ഡിജിറ്റേറ്റഡ് സർക്യൂട്ട് അല്ലേ? IDC ഇന്റർ ഡിജിറ്റേറ്റഡ് സർക്യൂട്ട് ഏതിനാ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? സെൻസേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അത് കറക്റ്റായി പഠിച്ചു നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് ഫുള്ളറിങ്സ് പറഞ്ഞു, അതുപോലെ തന്നെ CNG പറഞ്ഞു. അതിന്റെ യൂസസും അപ്ലിക്കേഷനും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് നാനോ മെറ്റീരിയൽസിന്റെ പ്രിപ്പറേഷൻ നോക്കാം. അന്നേരം നമ്മൾ ഈ നാനോ മെറ്റീരിയൽസിന്റെ ടോപ്പിക് നമുക്ക് ഫിനിഷ് ആക്കാം. ഇതും കൂടെ പറഞ്ഞാല് നാനോ മെറ്റീരിയൽസിന്റെ പ്രിപ്പറേഷൻ ആണ്. ഒന്നാമത്തെ മെത്തേഡാണ് റിഡക്ഷൻ മെത്തേഡ്. ഇപ്പൊ റിഡക്ഷൻ മെത്തേഡിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്താ സംഭവിക്കുന്നത്? യൂഷ്വലി മെറ്റൽ ക്ലോറൈഡ്, അപ്പൊ നാനോ സൈസിലുള്ള മെറ്റൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? നാനോ സൈസിലുള്ള മെറ്റൽസ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഹിയർ യൂഷ്വലി മെറ്റൽ ക്ലോറൈഡ്, മെറ്റലിന്റെ ക്ലോറൈഡ് നമുക്കറിയാം. മെറ്റൽ ക്ലോറൈഡിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ മെറ്റൽ ക്ലോറൈഡ് കാണും. മെറ്റൽ ക്ലോറൈഡ് അണ്ടർഗോ റിഡക്ഷൻ. മെറ്റൽ ക്ലോറൈഡ് എന്ത് നടക്കുന്നു? റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. ഒന്നാമത്തെ മെത്തേഡ് റിഡക്ഷൻ ആണല്ലോ. റിഡക്ഷൻ ടു ഫോം നാനോ മെറ്റൽസ്. അതിൽ എന്താ ഉണ്ടാവുന്നത്? മെറ്റൽ ക്ലോറൈഡിനെ റിഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും? നാനോ മെറ്റൽസ് ഉണ്ടാവുക. മെറ്റൽസ് ഇൻ നാനോ സ്കെയിലുള്ള മെറ്റൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക ഇൻ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഏജന്റ് ലൈക്ക്. അപ്പോൾ റിഡക്ഷൻ ആണ്, അവിടെ റെഡ്യൂസിങ് ഏജന്റ് വേണം. റെഡ്യൂസിങ് ഏജന്റ് ലൈക്ക് ഏതൊക്കെയാണ്? NaBeT ട്രൈസെറ്റ്. Na സോഡിയം എന്നറിയാം, B എന്നാണ് ബോറോൺ. Et എന്ന് പറയുന്നത് എന്താ? Et എന്ന് പറയുമ്പോൾ എത്തിലിൻ. അറിയാലോ നമുക്ക് ഈഥൈന്റെ എത്തിലിൻ അല്ലേ? അപ്പൊ എന്താണ് ഈഥൈൽ ഗ്രൂപ്പ് ആണ്. എന്ന് പറയുന്നത് ഈഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ H ഹൈഡ്രേറ്റ്. അപ്പൊ ഇത് കൂട്ടി വായിച്ചാൽ മതി. H ഹൈഡ്രജൻ കൂട്ടി വായിച്ചാൽ മതി. സോഡിയം ബോറോ ഈഥൈൽ ഹൈഡ്രൈഡ്. എന്താണത്? സോഡിയം ബോറോ ഈഥൈൽ ഹൈഡ്രൈഡ്. അതെന്താ അറിയില്ലേ? NaBH മോഡലിന്റെ സാധാരണ കണ്ടിട്ടുള്ള റിയേജന്റ് ആണ്. അപ്പൊ സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ഇതാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സാധാരണ നോക്കുക, മെറ്റൽ ക്ലോറൈഡ് ആണ് MClX. X നമ്പർ നമുക്ക് 2 ആവാം 3 ആവാം എത്ര വേണമെങ്കിലും ആവാം അല്ല 1 ആവാം. MXClX പ്ലസ് ഇതും ഈക്വൽ ആയിരിക്കും. ഇവിടെ 4 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ 4 റിയേജന്റ് ഉണ്ട്. ഓക്കെ, XNaBeT ട്രൈസെറ്റ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ റിയേജന്റ് അതാണ്. അപ്പൊ ഉണ്ടാവും നമുക്ക് എന്താ? മെറ്റൽസ് ഉണ്ടാവുന്നത്. മെറ്റൽസ് അപ്പൊ നോക്കുക, M ഉണ്ടായോ? ആ M ഏത് സ്കെയിലായിരിക്കും? നാനോ സ്കെയിലാണ് നമുക്ക് M കിട്ടുക. X നോക്കിയിട്ട് ഇവിടെ X ശ്രദ്ധിക്കണം. XCl XNa അല്ലെ? XNa ഉണ്ടല്ലോ. അപ്പൊ XNa XCl ആയി XNaCl നമ്മൾ ഡിജിറ്റൽ കൂടെ വേണേ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? അടുത്തത് BeT ട്രൈസ്. BeT ട്രൈസ് നോക്കാം. BeT ട്രൈസ് എന്ന് പറയുമ്പോൾ എത്രയുള്ളത്? BeT ട്രൈസ് H ഉള്ളത്. BeT ട്രൈസ് എന്ന് പറയുന്നത് എത്ര BeT ഉണ്ട്? XBeT ട്രൈസ്. അതിനോട് ഇട്ടിട്ടുള്ള XBeT ട്രൈസ്. ET എന്ന് പറയുമ്പോൾ ഈഥൈൽ ഗ്രൂപ്പ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി നമ്മൾ എഴുതാൻ എന്താണ്? XH ഉള്ളത് അല്ലേ? XBeT അവിടെ എഴുതി XH. അപ്പൊ XH നമുക്ക് എങ്ങനെയാ? XH പറയുമ്പോൾ നമുക്കറിയുന്നത് സാധാരണ നോർമലി നമ്മൾ ഹൈഡ്രജൻ ഒരിക്കലും ഏതിന്റെ ഫോമിൽ കാണിക്കില്ല? അറ്റോമിക് ഫോമിൽ കാണിക്കില്ല അല്ലേ? ഹൈഡ്രജൻ നമ്മൾ മോളിക്കുലർ ഫോമിലാണ് കാണിക്കുക. അപ്പൊ എന്താണ്? X/2H2. മനസ്സിലായില്ലേ? X/2H2. അപ്പൊ ഇവിടെ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഏത് എലമെന്റ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എന്താണ്? നാനോ സ്കെയിലുള്ള മോളിബിൾഡ് ഉണ്ടാക്കി നോക്കാം. മോളിബിൾഡ് എന്ന് പറഞ്ഞ എലമെന്റ് 3 MOCl3 വന്നു. നെക്സ്റ്റ് എത്ര റിയേജന്റ് വേണ്ടി വരും? +3 അല്ലേ? അപ്പൊ 3 അല്ലേ? 3 ഇവിടെ എത്ര X ആണോ? X ആകുമ്പോ X, അതുപോലെ 3 ആകുമ്പോ 3 NaBeT ട്രൈസ് H. അപ്പൊ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് മോളിബിൾഡ് ഉണ്ടാവുന്നത് അല്ലെ? MO ഉണ്ടായി. മോളിബിൾഡ് ഏത് സ്കെയിൽ? നാനോ സ്കെയിലുള്ള മോളിബിൾഡ് ഉണ്ടായി. നാനോ സ്കെയിൽ പ്ലസ്
ബാക്കിയുള്ള സൈഡ് പ്രൊഡക്റ്റ് ആണ് എത്ര 3Cl 3Na പ്ലസ് 3NaCl പ്ലസ് നെക്സ്റ്റ് എന്താ ഉള്ളത് 3Bt thrice അല്ലേ 3BEP thrice പ്ലസ് എത്രയുണ്ട് 3H ഉള്ളത് 3H നമ്മൾ പറഞ്ഞു എങ്ങനെ എഴുതാം അതിന്റെ മോളിക്കുലർ ഫോമിൽ കാണിക്കണം 3/2H2 ഇതാണ് നമ്മൾ ഏത് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷൻ ഒന്നുമില്ല നോർമലി മെറ്റൽ ക്ലോറൈഡ് ആണ് റിഡക്ഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ടാവും എന്നിട്ട് എന്താ കിട്ടും നമുക്ക് ഇവിടെ മെറ്റൽ ഇൻ ഏത് സ്കെയിലുള്ളത് നാനോ സ്കെയിലുള്ള മെറ്റൽസ് നമുക്ക് കിട്ടുന്നുണ്ടാവും നെക്സ്റ്റ് അടുത്തതായിട്ടുള്ള മെത്തേഡ് ആണ് ഹൈഡ്രോളിസിസ് സെക്കൻഡ് മെത്തേഡ് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ അവിടെ നോർമലി ഉണ്ടാക്കുന്നത് ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഇൻ ഏത് സ്കെയില് നാനോ സ്കെയിൽ ഈസ് prepared by using this method പറഞ്ഞാൽ എന്താണ് ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് പറയുമ്പോൾ എന്താണ് ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ കൂടെ വാട്ടർ ഉണ്ടാവും ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഏത് സ്കെയിലിൽ നാനോ സ്കെയിൽ ഈസ് പ്രിപ്പയർഡ് ബൈ യൂസിങ് ദിസ് മെത്തേഡ് ആ മെത്തേഡ് ഉപയോഗിച്ച് ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നോക്കുക എങ്ങനെ ഉണ്ടാകും നോക്കാം ദിസ് ഇൻവോൾവ് two steps രണ്ട് സ്റ്റെപ്സ് അങ്ങനെയാണ് it involved two steps first one നോക്കുക first one hydrolysis of TiOR 4 times നമ്മൾ എന്താ പറയാ ടൈറ്റാനിയം ആൽക്കോക്സൈഡ് പറയും OR പറയുമ്പോൾ ആൽക്കോക്സൈഡ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്സൈഡ് അല്ലേ അപ്പൊ ആൽക്കോക്സൈഡ് പറയാം അപ്പൊ ഹൈഡ്രോളിസിസ് TiO4 അല്ലെങ്കിൽ എന്താ ആൽക്കോക്സൈഡ് ടൈറ്റാനിയം ആൽക്കോക്സൈഡിന്റെ ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ഉണ്ടാക്കുന്നത് ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഓക്സൈഡ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രോളിസിസ് ടൈറ്റാനിയം ആൽക്കോക്സൈഡ് ചെയ്യും ദാറ്റ് ഈസ് TiO4 പ്ലസ് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടറുമായിട്ട് റിയാക്ഷൻ ആണ് എത്ര H2O 4H2O ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് വെച്ചാൽ ഇവിടെ എത്ര OR ഉണ്ട് 4 OR ഉണ്ടല്ലോ 4 OR റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വരും 4 OH വരും 4 OR റീപ്ലേസ് ചെയ്ത് 4 OH വന്നാൽ that is TiOH 4 times ശ്രദ്ധിക്കണം അപ്പൊ 4 OR മാറി 4 OH വന്നു അപ്പൊ ഇവിടെ എന്താ പോകുന്നത് OR പോകുന്നുണ്ട് ഇവിടെ എന്തുണ്ട് 4 H ഉണ്ടല്ലോ 4 OH ഇവിടെ വന്നു 4 H അവിടെ റിമൈനിങ് ഉണ്ട് that is 4 R O R എന്നത് ഇവിടുന്ന് വരുന്നതാണ് പിന്നെ ഇവിടുത്തെ 4H that is the 4 or 4H 4H ഇവിടുന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നതായിരിക്കുന്നു 4H ഉം 4 OH ഉം അവിടെ ഉള്ളത് അല്ലേ അപ്പൊ എന്ത് ചെയ്തു 4 OH ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നു അവിടുന്ന് എന്ത് പോയി OR പോയി പിന്നെ H ഉണ്ട് അപ്പൊ 4 OR 4H 4 OROH എങ്ങനെ എന്താണ് ROH പറയുമ്പോൾ ആൽക്കഹോൾ ഫോം ചെയ്യും ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇതാണ് നടക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ പറയുമ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് TiOH 4 times TiOH 4 timesന്റെ ഡീകമ്പോസിഷൻ ദാറ്റ് ഈസ് അതിനാണ് എന്താ പറയുക ടൈറ്റാനിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ടൈറ്റാനിയം ആൽക്കോക്സൈഡിനെ ടൈറ്റാനിയം എഴുതി വെക്കുക കേട്ടോ ടൈറ്റാനിയം ഹൈഡ്രോക്സൈഡ് എഴുതി വെക്കുക അറിയാൻ എഴുതേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എഴുതി വെക്കുക ഡീകമ്പോസിഷൻ ഓഫ് ടൈറ്റാനിയം ഹൈഡ്രോക്സൈഡ് അല്ലേ നമ്മൾ ആൽക്കോക്സൈഡ് പറയുന്നില്ല ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു അപ്പൊ ഡീകമ്പോസിഷൻ ചെയ്താൽ ദാറ്റ് ഈസ് TiOH 4 times ഡീകമ്പോസിഷൻ വെച്ചാൽ ബ്രേക്ക് ചെയ്യല്ലേ ഹീറ്റ് ചെയ്യാം ബ്രേക്ക് ചെയ്യും അപ്പൊ എന്താ ഫോം ചെയ്യുന്നത് TiO2 XH2O plus 2 minus X H2O അപ്പൊ അവിടെ എന്തുണ്ട് ഇവിടെ നമുക്ക് എത്ര
നമ്പർ എന്നറിയില്ല 1 hour 2 hour 3 hour നമ്മൾ ജസ്റ്റ് അവിടെ അതിന്റെ നമ്പർ റെപ്രസെന്റ് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്താണ് x ഇട്ട് കാണിക്കുന്നു അവിടെ XH2O അല്ലേ പ്ലസ് നമുക്കറിയാം ഡീകമ്പോസ് ചെയ്യാന്ന് ഹീറ്റ് ചെയ്യുന്നതാണ് അപ്പൊ എന്താവുന്നത് പുറത്തേക്ക് പോവാ വാട്ടർ ആണ് പുറത്തേക്ക് പോകുന്നുണ്ടാവുക നെക്സ്റ്റ് എന്താണ് അപ്പൊ ടൈറ്റാനിയം എന്താണ് ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഓക്സൈഡ് ഹൈഡ്രേറ്റഡ് ടൈറ്റാനിയം ഓക്സൈഡ് കിട്ടി നെക്സ്റ്റ് വൺ ആയിട്ട് പറയുന്നത് വെച്ചാൽ the speed of the reaction അവിടെ നോക്കി കേട്ടോ the speed of the reaction can be increased by the addition of NH3, HCl etc. ഇതിലോട്ട് ഉപയോഗിക്കുന്ന നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ the speed of the reaction can be increased by the addition of NH3, HCl etc. and the number of water molecule formed depends on the experimental condition. That is number of water molecule formed depends on the experimental condition. എന്ന് പറയുമ്പോൾ അവിടെ എത്ര വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യണമെന്ന് ഏതിനെ ഡിപെൻഡ് ചെയ്യുന്നത് അവിടുത്തെ എക്സ്പെരിമെന്റൽ കണ്ടീഷനെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ടാവുക. That is number of water molecule formed depends on the experimental condition. ഇവിടെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ടല്ലോ ആ വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം ഏത് ഡിപെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് എക്സ്പെരിമെന്റൽ കണ്ടീഷനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ കുറച്ച് കൂടുതൽ ടോപ്പിക് ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഫുള്ളറിങ്സ്, CNT, നെക്സ്റ്റ് വൺ എന്താ പ്രിപ്പറേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സ്പ്ലെയിൻ ദ അപ്ലിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് ചോദിക്കാം. അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് എടുത്തിട്ടില്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ CNTന്റെ അപ്ലിക്കേഷൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ കാർബൺ മീൻസ് ഫുള്ളറിൻസിന്റെ അപ്ലിക്കേഷൻ പറയുന്നുണ്ട്. അതന്നെയാണ് നാനോ മെറ്റീരിയൽസിന്റെ അപ്ലിക്കേഷൻ. ജസ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് ചോദിച്ചാൽ അത് രണ്ടും കൂടെ ചേർത്തിട്ട് എഴുതിയാൽ മതി. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ CNTന്റെ പ്രോപ്പർട്ടീസും ഫുള്ളറിൻസിന്റെ പ്രോപ്പർട്ടീസും ചേർത്തിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ആ രൂപത്തിൽ എഴുതിയാൽ മതി. നമ്മൾ വേറെ ഞാൻ പറഞ്ഞു തരുന്ന ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടും അത്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, താങ്ക് യു.